ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഒരു വീഡിയോ ഒന്നും അല്ലത്. ഞങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അതിപ്പോൾ 8 മണി വരെ കേട്ടോ, രാത്രി 8 മണി വരെ. അപ്പോൾ 8 മണിക്ക് നമുക്ക് 10 ദിവസമാണ് ട്രെയിനിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കാം, നമുക്ക് എങ്ങനെയുണ്ട് അവരോട് ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ചന്ദ്ര പറ, എങ്ങനെയുണ്ട് നമ്മുടെ പ്ലേസ്മെന്റ് ട്രെയിനിങ്? നല്ലതാണ്. ഇപ്പൊ വന്നോളൂ കേട്ടോ ഞങ്ങള്. 8 മണി വരെയാണ് രാത്രി. അത് കുറച്ച് ഇതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, പറ. ഹലോ ഗായ്സ്, യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. അവളുടെ സബ്സ്ക്രൈബ് ചെയ്തവര് എന്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ ട്രെയിനിങ്ങിനെ പറ്റി പറ. ടൈമിങ് കുറച്ച് കൂടുതലാണ്, അതിന് പക്ഷെ കുഴപ്പമില്ല. നമുക്ക് അതുകൊണ്ടാണല്ലോ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കണേ. അതെ, അതുകൊണ്ടാണ് നമ്മൾ വൈബ് ആവണേ. പറയൂ. ഹോസ്റ്റൽ നല്ലതാ. ഹോസ്റ്റൽ ലൈഫ് കിട്ടാത്തോണ്ട് കിട്ടുമ്പോ നല്ല രസമുണ്ട്. നമ്മളെല്ലാരും സ്കോളേഴ്സാ. അതെവിടെ ആരാ പറഞ്ഞ? ഫുഡ് ഞങ്ങൾ തിന്നു വണ്ണം വെച്ചു. ഫുഡ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? സൂപ്പറാ. ഉച്ചത്തെ ഫുഡ് നല്ലതല്ലേ? ഉച്ചത്തെ ഫുഡ് അല്ല, ഉച്ചക്ക് നമുക്ക് മീൻ കറി ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാവും, മോര് കറി ഉണ്ട്, പപ്പടം ഉണ്ട്, എല്ലാം ഉണ്ട്, അച്ചാറുണ്ട്. വൈകിട്ട് എന്താ? വൈകിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ്? ചപ്പാത്തിയും പിന്നെ ചോറും ബിരിയാണി. ഓക്കെ, അതായിരുന്നു ഷെഫ് ഉണ്ടാക്കുന്ന ഷെഫ് ഒന്നും കാണുന്നുണ്ടെങ്കിൽ ആ ചമ്മന്തി എന്താണ്? പുളിയില്ല, ഒന്നുമില്ല, തേങ്ങ മാത്രം. പക്ഷെ കുറച്ച് കളറുണ്ട്, പക്ഷെ ബാക്കിയുള്ള ഓക്കെ. ഇനിയിപ്പം ഞാൻ നമ്മൾ പറയണല്ലോ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഫിസാറ്റിനെ പറ്റി. അപ്പം നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഫിസാറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ അറിയണ എൻ്റെ ക്യാമ്പസ്, ഞങ്ങളൊരു ക്യാമ്പസ് ടൂർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഫിസാറ്റ്. ഇനി നമ്മൾ 4th ഇയർ ആയി, നമ്മൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് DM-ലൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട് ഫിസാറ്റ് കോളേജ് എന്നൊക്കെ. പഠിക്കേണ്ടവർക്ക് പഠിക്കാം, നല്ല രീതിയിൽ എല്ലാത്തിനും നിൽക്കുകയാണെങ്കിൽ, ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ നിൽക്കാൻ പറ്റും, ജോലി വെച്ച് നിൽക്കാൻ പറ്റും. അതെ, പ്ലേസ്മെന്റ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഇതേപോലെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പിന്നെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ സ്ട്രിക്ട്നെസ് ഒക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് മാറും. പിന്നെ എല്ലാ കോളേജിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഈസി ആട്ടോ. ഈസിനെ പറ്റിയോ? ഹായ് ഗൈസ്, അപ്പം ഞാനിപ്പോൾ കുളിച്ച് ഇവിടെ ഒന്നും കുളിച്ചിട്ടില്ല കേട്ടോ. നമ്മള് എങ്ങടെ റിവ്യൂ എടുക്കാൻ പോവാ. നമ്മുടെ ക്ലാസ്സിലെ വേറെ കാവ്യനെ കാണിക്കാം. കാവ്യ, ക്ലാസ് എങ്ങനെ ഉണ്ടായി? പെട്ടെന്ന് പവി മറ്റേ ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് സെൽഫി സ്റ്റിക്കാണ്. സ്നേഹമുണ്ടോ? അത് മതി. എന്നത് എങ്ങനെയുണ്ടായി ട്രെയിനിങ്? 8 മണി വരെ പാടാണോ? കുറച്ച് പാടാണ്. സ്നേഹാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ആണ്. ഭയങ്കര വലിയ പുള്ളിയാട്ടാ ഫിസാറ്റിലെ. സ്നേഹനെ കോണ്ടാക്ട് ചെയ്താൽ കമന്റിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. പറ. സൂപ്പർ, പവി സൂപ്പറാണ്, സാനിയ സൂപ്പറാണ്. ഇവര് ഹോസ്റ്റലേഴ്സ് ആണ് കേട്ടോ. അപ്പൊ പറ. പവി ഹോസ്റ്റലറായിരുന്നു. ഞാൻ ഹോസ്റ്റലറായിരുന്നു, ഞാൻ നിർത്തി. പവി എന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പിന്നെന്താ പറയാ, ഞങ്ങള് രാവിലെ കണ്ണോക്കുമ്പോ കണ്ണു ഇല്ല. പറ ഒന്നാണ് എന്റെ ഹോസ്റ്റലിനെ പറ്റി പറ. ഹോസ്റ്റൽ സൂപ്പറാണ്, നൈസ് ഫുഡാണ്. എത്ര നാളായി ഹോസ്റ്റലില്? 3 years.
സ്നേഹ ആ ഇനി ഞങ്ങൾ നേകയുടെ അടുത്ത് പോട്ടെ. ആ ഇതായിരുന്നു എൻ്റെ പഴയ റൂം. ഇവിടെ നിന്ന് പുറത്തേക്കല്ല ഞാൻ പോകുന്നതാട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണ്ട. മേഘയുടെ അടുത്ത് പോകും. ഇത് റെഡി മേഘയുടെ ആ ഇതല്ല ഇതിനപ്പുറത്തായിരുന്നു 101. അടുത്തൊരു കുട്ടിയുടെ അടുത്താണ് നമ്മൾ പോകാൻ പോണേ. ഇതാണ് മേഘയും നമ്മുടെ PTC കോർഡിനേറ്റർ. പറ നല്ല ട്രെയിനിങ് ആണ്. കുറച്ചു നേരം സംസാരിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു. ട്രെയിനേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ബാ ഇല്ലില്ല അതാണില്ല. ട്രെയിനേഴ്സ് നല്ല കമ്പനി ട്രെയിനേഴ്സ് ആണ്. ഫുൾ ചിരിച്ച് ഫുൾ ചില്ലിങ്ങാണ്. അതല്ല സാനിയ? പിസാഡിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? വാക്കുകളില്ല. ഇതൊക്കെ വരൂ കേട്ടോ. ആ ഞങ്ങൾ കുറച്ച് എടുത്തു. ലോങ് വീഡിയോ ഷോർട്സ് എന്തെങ്കിലും പറ. എന്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും പവിത്രനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലെ 2 ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിൽക്കുന്നത്. 1, 2 എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. ഇനി നമുക്കിവിടെ വേറെ ആരും ഇല്ലല്ലോ. ഒക്കെ റൂമാട്ടോ. യൂട്യൂബിലിടാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് 2nd ഫ്ലോറിലാണ് അല്ലേ? 2nd ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഇനി പോകണ്ട. ഇവിടെ മാറിപ്പോവും ഗൈസ് എല്ലാം. ഇവിടെ പണി നടക്കാം കുറച്ചൊക്കെ. നിങ്ങൾക്ക് CS-നെ പറ്റി ചോദിച്ചാൽ മതി. അതെ ചോദിച്ചാൽ മതി. ഓ ഞാൻ മടുത്തു. ബൈ സാനിയ. കുളിയൊക്കെ കഴിഞ്ഞാ? നല്ല തണുപ്പ്. ഞാനിടും, ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇടും. ഞങ്ങളെ തുണി എടുക്കാൻ പോകും. ഇവിടെ കേട്ടോ നമ്മൾ തുണി ഇട്ടേക്കുന്ന പോയ തുണി അവിടെ ഉണ്ട്. ഇരുട്ടാ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. കിട്ടില്ല. ഓക്കെ ഞങ്ങളെന്നാൽ തുണിയൊക്കെ എടുത്തിട്ട് റൂമിൽ കൊണ്ടിടട്ടെ കേട്ടാ. കാണിക്കട്ടെ. ഫിൽറ്റർ എത്തി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ മെസ്സിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 8:30 ഇവിടെ വരുമ്പോൾ പിന്നെ നമുക്ക് കുളിക്കാൻ, പിന്നെ വെറുതെ കുറേ സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും സമയമാവും. അവിടെ വയ്ക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അങ്ങനെ വെള്ളം മറിച്ച്. ഇനി എന്താ നമ്മുടെ പരിപാടി? കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാണ്ട് പഠിക്കുമെന്നല്ല കേട്ടോ. പഠിക്കും. നമ്മൾ പഠിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. ക്ലാസ് ചെയ്യിപ്പിക്കുന്ന കോഡിങ്ങൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ എല്ലാം പഠിക്കും. ലോജിക്കൊക്കെ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കോഡ് കിട്ടും. പെട്ടെന്ന് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാം പെട്ടെന്നാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് അതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഇല്ല, ആവശ്യമില്ല. തണുപ്പില്ല. അതാ സിറപ്പിന്റെ നിങ്ങൾക്ക് ഞങ്ങളൊരു
ഇവര് ഈസി ഏക്കാരാട്ടോ. ഈസി ഏക്കാരും സാന്ത്വന ഞങ്ങളുടെ ക്ലാസ്സാണ്. സാന്തു എനിക്ക് വാ. എങ്ങനെയുണ്ട് ട്രെയിനിങ്? ഞാൻ എല്ലാരോടും തന്നെ കേട്ടോ ചോദിക്കാൻ പോണേ. വളരെ വളരെ നല്ലതാണ്. ഓടൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫുഡൊക്കെ കുഴപ്പമില്ല, ജീവിച്ച് പോകാൻ പറ്റും, വലിയ സീനൊന്നും. സാന്ത്വന പാട്ട് പാടും കേട്ടോ. ഒരു രണ്ട് വരും നമ്മുടെ സിന്ദൂര രണ്ട് വരും യൂട്യൂബ് പാട്ട്. പാടിക്കോ. യോസിത്താലും യോസിത്താലും നീതാൻ മനം തേടും മാൻവാലൻ പൂവായനയേന്തും പൂപാലൻ என் மடில் மணவாளன் என தோன்றுதே. സാന്ദ്ര ലയിച്ചു പോയി പാട്ടില്. കണ്ടോ, പാട്ടുകാരിയാണ് പാട്ടുകാരി. ഞങ്ങളുടെ ക്ലാസ്സിലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം ഒരു റൂമിൽ കൂടെ. ഞങ്ങളുടെ റൂമാണിത്.